മമ്മൂട്ടി, മോഹൻലാൽ എന്നീ പേരുകളോടൊപ്പം തന്നെ ചേർത്ത് വായിക്കാൻ, ചേർത്ത് എഴുതാൻ പറ്റിയ ഒരു പേര് തന്നെയായിരുന്നു ശ്രീനിവാസൻ എന്നുള്ളത് എത്ര പേർക്കറിയാം. ശരിക്കും സൂപ്പർ സ്റ്റാർ അദ്ദേഹമായിരുന്നു. അതായത് മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരോട് കൂടി ചേർത്ത് വായിക്കേണ്ട ഒരു സൂപ്പർ സ്റ്റാർ. അപ്പോൾ ഈ സ്റ്റാർഡം എന്ന് പറയുന്നത്, നമ്മളൊരു ഹീറോയിസം എന്ന് പറയുന്നത് എന്താണ്? ഈ ലാലേട്ടനും മമ്മൂക്കയൊക്കെ ഏതൊക്കെ റോൾ ചെയ്തു വന്നോ, വ്യത്യസ്തമായ റോൾ ചെയ്തു വന്നുകൊണ്ടാണല്ലോ അവർ അങ്ങനെ ആയത്. അത്തരം പല റോളുകൾ സൃഷ്ടിച്ച ഒരു വ്യക്തി കൂടിയാണ് ശ്രീനിവാസൻ എന്നുള്ളത് മറക്കാൻ കഴിയില്ല. ഇപ്പോൾ മഴയത്ത് മുൻപേ എന്ന, ഒരിക്കലും ആരും ചിന്തിച്ചിട്ടില്ല മഴയത്ത് മുൻപേ എന്ന് പറയുന്ന സിനിമയിലെ സ്ക്രിപ്റ്റ് ശ്രീനിവാസന്റെ ആണെന്ന്. അങ്ങനെ ഒട്ടേറെ സിനിമകൾ മമ്മൂട്ടിക്കും, അതേപോലെ മമ്മൂട്ടിക്ക് ആദ്യമായിട്ട് സാലറി കൊടുത്തത് ശ്രീനിവാസനാണ് എന്ന് മമ്മൂക്ക ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ മോഹൻലാലിന്റെയും ഒരുപാട്, മോഹൻലാൽ ഇപ്പോൾ അടുത്തൊരു ഇന്റർവ്യൂ, ശ്രീനിവാസന്റെ ഇന്റർവ്യൂ ഞാൻ കാണുകയുണ്ടായി. ലാലേട്ടൻ ആദ്യമായി മോഹൻലാലിന് പരിചയപ്പെട്ട കഥ ശ്രീനിവാസൻ പറയുകയുണ്ടായി. അപ്പോൾ അതെല്ലാം കേൾക്കുമ്പോൾ ഈ രണ്ട് പ്രതിഭകളെയും, മമ്മൂട്ടി, മോഹൻലാൽ എന്ന രണ്ട് മലയാള സിനിമയിലെ പില്ലറുകളെയും വളരാൻ സഹായിച്ച മെയിൻ തൂണായിരുന്നു ശ്രീനിവാസൻ എന്നുള്ളതാണ്. അതേപോലെ അവരുടെ പഴയകാല ഓർമ്മകൾ, ശ്രീനിവാസന്റെ കുറുക്കി കൊള്ളുന്ന കോമഡികൾ, നർമ്മങ്ങൾ, ഇതെല്ലാം. അതേപോലെ തന്നെ ഇപ്പോൾ ഉദയനാണ് താരം എന്ന സിനിമയിൽ പലരും വിചാരിച്ചു മോഹൻലാലിനെയാണ് ശ്രീനിവാസൻ ട്രോളിയിരിക്കുന്നത്. അല്ല, അദ്ദേഹം മമ്മൂട്ടിയെയും അതിൽ ട്രോളിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതിൽ കൂടുതൽ ട്രോളിയിരിക്കുന്നത് മമ്മൂട്ടിയാണ്. പലരും അത് മോഹൻലാലിനെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അത് അത്രയും ഒരു ഫ്രീഡത്തോടെ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ഒരേപോലെ ട്രോളാൻ സ്വാതന്ത്ര്യമുള്ള ഒരു നടനാണ് ശ്രീനിവാസൻ. നടനുപരി ഒരു സുഹൃത്താണ് ശ്രീനിവാസൻ.